ഹായ്, നമസ്കാരം. അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ്, ഒരു പ്ലാൻ ഇല്ലാണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യണത്. ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം അത് പുറത്തേക്ക് കളയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ക്രിക്കറ്റിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. ഈ സീരീസ് ഇന്ത്യ തുടങ്ങി ഇപ്പോൾ 4ാമത്തെ ടെസ്റ്റാണ്. ഇതിൽ 2-1 ഇന്ത്യ നിൽക്കുന്നത്. ഒരെണ്ണം സമനിലയിലായി. ഇനി ഒരു ടെസ്റ്റും കൂടിയുണ്ട്. അത് ജയിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ സീരീസ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലെത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ സീരീസ് ഒരു 4-1 ജയിച്ചാൽ, അല്ലെങ്കിൽ ഒരു 4-0, എങ്ങനെയെങ്കിലും ഒരു 3-4 കളി ഇന്ത്യ ജയിച്ചെങ്കിൽ മാത്രമേ ഈ സംഭവത്തോട് ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉള്ളായിരുന്നു. ഇതിപ്പോൾ എന്നാ നടന്നിരിക്കുന്നത് പറഞ്ഞാൽ, ഫസ്റ്റ് കളി കളിച്ച് ഇന്ത്യ ജയിച്ചു. നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് സാധ്യത കൂടുതലായിരുന്നു. ബുംറ ക്യാപ്റ്റനായിട്ട് ഇന്ത്യ ഈസി ആയിട്ടാണ് അവരുടെ മേലെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് അന്ന് കിട്ടിയത്. ശേഷം രോഹിത് ശർമ്മ വന്നു. ഞാൻ അന്നും പറഞ്ഞ കാര്യമാണ്, രോഹിത് ശർമ്മ നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ബാധ്യതയുമാണ് പറയാൻ കാര്യം. 3ാമത്തെ ടെസ്റ്റ് KL രാഹുലൊക്കെ കുഴപ്പമില്ലാണ്ട് ആദ്യത്തെ ടെസ്റ്റ് തുടങ്ങി കളിക്കുന്നുണ്ട്. വിരാട് കോഹ്ലിയും കുഴപ്പമില്ലാണ്ട് കളിച്ചു തുടങ്ങിയതാണ്. ഈ രോഹിത് ശർമ്മ ഈ ടീമിനകത്തേക്ക് വന്നു. വീണ്ടും ആ ടീം പഴയ ഒരു ലേസിനെസ്, ഒരു 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 ബാധ പിടിച്ച ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങളെയൊക്കെ, ഈ മാവിനെയൊക്കെ ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞ ഒരു സസ്യമുണ്ട്. അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇതാക്കുന്ന പോലെ. രോഹിത് ശർമ്മ കളി മോശമാണെന്ന് ഒന്നും നമുക്ക് ആരും അഭിപ്രായമില്ല. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാനാണ്. എല്ലാ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും കണ്ടതാണ് പുള്ളിയുടെ എബിലിറ്റി, പുള്ളിയുടെ സ്കിൽ എന്താണെന്ന്, പുള്ളിയുടെ ടാലൻറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ടെസ്റ്റിൽ പുള്ളി കളിക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളി ഈ ടീമിന് ബാധ്യതയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ഉണ്ടപ്പൊരിക്കാൻ അവിടെ വായി നോക്കി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. കാര്യം ആ KL രാഹുൽ ഓപ്പൺ ചെയ്തു, ആ ടെസ്റ്റ് കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോയി. 3ാം ടെസ്റ്റ് സമനിലയാണത്. KL രാഹുലിൻ്റെ ബാറ്റിങ്ങിൻ്റെ മികവിലാണ്. അത് ഭയങ്കര ബാറ്റിംഗ് തന്നെയായിരുന്നു. രോഹിത് ശർമ്മ എന്ത് ചെയ്തു? പുള്ളി ആ ഫോം ആവുന്നില്ല. പുള്ളി വീണ്ടും ഓപ്പണിങ്ങിലേക്ക് മാറ്റി. KL രാഹുലിനെ വൺ മാറ്റി. അയാളും കളിച്ചില്ല, രാഹുലും കളിച്ചില്ല, ഒരു ചുപ്പാണ്ടിയും കളിച്ചിട്ടില്ല. ഈ 3-9 ഈ സ്കോർ എടുക്കാൻ ഈ കപ്പക്കിഴങ്ങിൻ്റെ ആവശ്യത്തിനാണ് ടീമിൽ. ഇതേപോലെ ഒരു ഇവനൊക്കെ പറഞ്ഞ് വിരമിച്ച് വീട്ടിലേക്ക് വിടുക. ഇനിയിപ്പോൾ സമാധാനമായില്ല. ഇനിയിപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വലിച്ചു നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് ടെസ്റ്റിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ കുത്തിരിക്കുക. ബാക്കി കളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കളിയുണ്ടെങ്കിൽ അതിൽ കളിക്കുക. 2020 കളിക്കുക, അല്ലെങ്കിൽ ഏകദിനത്തിൽ കളിക്കുക. 2020 വിരമിച്ച് തോന്നുന്നു, ഏകദിനത്തിൽ കളിക്കുക. അതും വേൾഡ് കപ്പോടുകൂടി അത് പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോവുക. ഒരു കളിക്കാരന് ഇത്രയും അവസരം കൊടുത്തു, ഇത്രയും ചാൻസ് കൊടുത്ത ഒരു സംഭവം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുന്നേ ഇതേപോലെ സാഹചര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ആ ക്യാപ്റ്റന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മേലെ പ്രഷർ ചെലുത്തി, ഒന്നെങ്കിൽ അയാളെ കൊണ്ട് പരിക്ക് പറ്റിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അയാളെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അയാളെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് നടത്തുന്നു. ഇതൊക്കെ BCCI പണ്ട് തുടങ്ങി ചെയ്തേണ്ടിരുന്ന വെച്ചാണ്. എന്തുകൊണ്ടാണ് ഈ രോഹിത് ശർമ്മയുടെ കേസിൽ ഇതുവരെയായിട്ട് ചെയ്യാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ ടീം വിജയിക്കണത്, അല്ലെങ്കിൽ ടീം വിജയിക്കണം എന്നുള്ള ഒരു തിയറി ഇവർക്ക് ബേസിക്കായിട്ട് ഇവരുടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലും ഒട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാം. അന്ന് കളിക്കാരില്ലാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ എത്ര കളിക്കാരുണ്ട്. അവർക്ക് അവസരം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഈ വയ്യാവേലിനെയും പിടിച്ച് തൂങ്ങിക്കിടന്ന് ആ കളിയും തോപ്പിച്ച് വല്ല ഉണ്ടപ്പോലും കിട്ടിയതുണ്ട്. ഇതേപോലെ ഒരു വാണപ്പനെ പിടിച്ചതിനെ നിർത്തിയിരിക്കണം. കഷ്ടം.